ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെ സംബന്ധിച്ചാണ് പറയാൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം എന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിന് എന്താണ് ലോകത്തോട് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധമായ ഖുർആൻ തന്നെയാണ്. ആ ഖുർആനിൽ ആരെയൊക്കെ ഉദാഹരിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ മാതൃകകളാക്കി ജീവിത മോഡലുകളാക്കി അവതരിപ്പിച്ചിട്ടുണ്ടോ, അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ, അതന്നെയാണ് ഇസ്ലാം. ഇസ്ലാം എന്നത് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ആരെങ്കിലും പറയുന്ന കാര്യങ്ങളല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 13, 10, 23 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ ബോധനമായി അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ ഖുർആനിൽ പറയുന്ന ചരിത്രങ്ങൾ, മഹാത്മാക്കൾ, പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ എന്താണോ ലോകത്തെ പഠിപ്പിച്ചത് അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. വളരെ ലളിതവും സമഗ്രമായി പറഞ്ഞാൽ അതാണ് ഇസ്ലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു ദുആ സൂറത്തുൽ ബഖറയിൽ 126ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന ദുആ. ആ ദുആയിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ജനസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നതിന് വേണ്ടി വഇദ് ഖാല ഇബ്രാഹീമു റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞ സന്ദർഭം, അല്ലാഹുവിനോട് ദുആ ചെയ്ത സന്ദർഭം, അല്ലാഹുവിനോട് ചോദിച്ച സന്ദർഭം, റബ്ബി, എന്റെ റബ്ബേ, ഇജ്അൽ ഹാദാ ബലദൻ ആമിനൻ, അല്ലാഹുവേ ഈ നാടിനെ, യാനി മക്ക, മക്ക എന്ന ഈ നാടിനെ ബലദൻ ആമിനൻ ആക്കണം. അല്ലാഹുവേ ആമിനായ ബലദാക്കണം എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ള നാടാക്കണം. ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണം, അഥവാ സമാധാനമുള്ള നാടാക്കണം. ഇസ്ലാം പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ ദുആയാണ്. ഇതാണ് ഇസ്ലാം. ഈ നാട് സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് വിശുദ്ധമായ ഖുർആൻ മുൻതൂക്കം നൽകുന്നത്. ഖുർആൻ പറയുന്ന, ഖുർആൻ മോഡലാക്കി കാണിക്കുന്ന പ്രവാചകന്മാരുടെ മാതൃകകൾ പോലും വീട്ടിലും കുടുംബത്തിലും നാട്ടിലും എന്ത് വേണം? അമ്ന വേണം, നിർഭയത്വം വേണം. അത് ആർക്കൊക്കെ? ആ നാട്ടിലുള്ള എല്ലാവർക്കും നിർഭയത്വം വേണം. സ്വസ്ഥമായി സമാധാനമായി, കുറെ പണമാണോ, കുറെ കോടിക്കണക്കിന് രൂപയാണോ, അതല്ല സമാധാനമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ ബുദ്ധിയുള്ള മനുഷ്യന്മാര് പറയുന്നത് സമാധാനമാണ് വേണ്ടത്, നിർഭയത്വമാണ് വേണ്ടതെന്നാണ്. ആരെയും പേടിക്കാതെ ഭയക്കാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിർഭയത്വം. ഭരണകൂടങ്ങളെയോ ഗുണ്ടാ സംഘങ്ങളെയോ മാഫിയ സംഘങ്ങളെയോ മറ്റു പലതിലെയും ആരെയും ഭയക്കാതെ നിർഭയമായി അവനവന്റെ വിശ്വാസം, അവനവന്റെ സംസ്കാരം, അവനവന്റെ മതം, അവനവന്റെ മക്കള്, കുടുംബം, ജോലി, ജീവിതവുമായി സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാനുള്ള അവസ്ഥയാണ് അമ്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു ദുആ, ആദ്യത്തെ ഒരു ദുആ എന്നുള്ളത് അവനവന്റെ നാടിന് വേണ്ടിയുള്ള, അമ്നിന് വേണ്ടിയുള്ള ദുആയാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിന്റെ നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന, സമാധാനം നഷ്ടപ്പെടുത്തുന്ന, സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്ന യാതൊരു പ്രവൃത്തിയും ഒരു ഖുർആൻ പഠിച്ച ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്നാണ്. കാരണം മുസ്ലിമിന്റെ റോൾ മോഡൽ ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അദ്ദേഹം ദുആ ചെയ്തത് റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനൻ. നമ്മളും അത് ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ കുടുംബത്തെ നിർഭയത്വമുള്ള കുടുംബമാക്കണമേ. എന്റെ നാടിനെ, ഈ രാജ്യത്തെ നിർഭയത്വമുള്ള, എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന, സ്വസ്ഥതയുള്ള, സമാധാനമുള്ള നാടാകണമേ റബ്ബേ എന്ന് ഓരോ മുസ്ലിമും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ മാതൃകയാക്കിക്കൊണ്ട് ദുആ ചെയ്യണം. മിനൽ ഖൗഫി, ഭയമില്ലാതെ, ലാ യർഹഖു അഹ്ലുഹു ഫദആ ലിദുരിയതിഹി വഗൈരിഹി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ തന്റെ മക്കൾക്ക് വേണ്ടിയും വഗൈരിഹി, അതല്ലാത്തവർക്ക് വേണ്ടിയും ദുആ ചെയ്തു.
മക്കൾക്ക് വേണ്ടി, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല, മക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്തു. ബിൽ അമ്നി കിട്ടണം, നിർഭയത്വം കിട്ടണം. ചില വാർത്തകളൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോ എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിച്ചു പോകും. അവന്റെ ഫോൺ നമ്പറിനകത്ത് അല്ലെങ്കിൽ അവന്റെ വാട്സപ്പിനകത്ത് ഏതോ രാജ്യത്തെ ആളുകളുടെ നമ്പർ ഉണ്ട്. അത് ഓനിക്ക് പോലും അറിയില്ലാത്തതിന്റെ പേരിൽ അതിന്റെ പേരിൽ ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോവുക, അതിന്റെ പേരിൽ വർഷങ്ങളോളം 10, 20, 25 വർഷങ്ങളോളം അവൻ അത് തെളിയിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുക. ഒന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യന്റെ നിർഭയത്വം നഷ്ടപ്പെട്ടു. നാടുകളിൽ ഭരണാധികാരികൾ, ഭരണകൂടങ്ങൾ, പോലീസ്, അധികാരി, കോടതി എല്ലാം എന്തിനാണ്? അതാത് രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് നിർഭയത്വം നൽകുന്നതിന് വേണ്ടിയാണ് ഭരണകൂടം. അതിനാണ് ഭരണകൂടം. ഗുണ്ടാ സംഘങ്ങളിൽ നിന്ന്, തീവ്രവാദ സംഘങ്ങളിൽ നിന്ന്, കലാപ സംഘങ്ങളിൽ നിന്ന്, കവർച്ചക്കാരിൽ നിന്ന്, കൊള്ളക്കാരിൽ നിന്ന് തന്റെ നാടിനെ, നാട്ടുകാരെ, ജനങ്ങളെ മതം നോക്കാതെ, മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ ജൈനനാണോ കമ്മ്യൂണിസ്റ്റാണോ കോൺഗ്രസ് ആണോ എന്നൊന്നും നോക്കാതെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും സുരക്ഷിതത്വവും നിർഭയത്വവും സമാധാനവും സ്വസ്ഥമായ ജീവിതവും ഉണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ സംവിധാനമാണ് ഭരണകൂടങ്ങൾ എന്നുള്ളത്. ആ ഭരണകൂടങ്ങൾ പൗരന്മാരെ വേട്ടയാടുന്ന വേട്ടാളന്മാരായി, കാട്ടാളന്മാരായി മാറരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പറയുന്നു. ഖുർആൻ നിലനിൽക്കുന്നത് അങ്ങനെയല്ല. എല്ലാവർക്കും ജീവിക്കാം, സ്വസ്ഥമായിട്ട് ജീവിക്കാം, സമാധാനമായിട്ട് ജീവിക്കാം, അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാം, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കാം. ഇസ്ലാമിക രാഷ്ട്രത്തിൽ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കാം, ഖുർആനിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കാം, പ്രവാചകനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കാം. ഇസ്ലാമിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ജീവിക്കാം. പ്രവാചകന്റെ മദീനയിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദീനയിൽ എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകീഴിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഖിലാഫത്തിൽ എല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നു. ചില മതസ്ഥരുടെ അവരുടെ ആരാധനാലയങ്ങൾക്ക് കാവൽക്കാരെ വരെ, മുസ്ലിമായ പാറാവുകാരനെ വരെ ഇസ്ലാമിന്റെ ഖലീഫമാർ നിശ്ചയിച്ചു കൊടുത്ത ചരിത്രം, അപൂർവമായ ചരിത്രങ്ങൾ, അത്യപൂർവമായ മനോഹരമായ ചരിത്രങ്ങൾ. എന്താ പറയാ, ഇസ്ലാമിക ഖിലാഫത്ത് ശമ്പളം കൊടുക്കും. എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അല്ലെങ്കിൽ ഒരു ജൂതന്റെ പള്ളിയുണ്ട്, അതിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് വാള എടുത്ത് പിടിച്ച് അവിടെ കാവൽ നിൽക്കുന്നു. ആ ആരാധനാലയത്തിന് ആര്? മുസ്ലിം കാവൽ നിൽക്കുന്നു. ആരാണ് നിർത്തിയത്? ഇസ്ലാമിന്റെ ഖലീഫ. ആരാണ് ശമ്പളം കൊടുക്കുന്നത്? ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. ഇതാണ് നിർഭയത്വം. ഇതാണ് നിർഭയത്വം. ഇതാണ് ലോകം പഠിക്കേണ്ട, ലോകത്തിന് വേണ്ട ആദർശം എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവേ, ഈ ബലദിനെ, ഈ നാടിനെ, അത് വിശുദ്ധമായ മക്ക പട്ടണത്തെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തന്നെയും എല്ലാവർക്കും, എല്ലാ നാട്ടിലും, നാട്ടുകാർക്കും, ജീവിച്ചിരിക്കുന്ന ആളുകൾ മാതൃകയാക്കേണ്ട, നിലപാടാക്കേണ്ട, ആദർശമാക്കേണ്ട എന്താ മുസ്ലിമിന്റെ ആദർശം? എന്താ? ഈ നാടിന്റെ സമാധാനം. ഒറ്റവാക്കി പറയാം, എന്താണ് ഇസ്ലാം? ഈ നാടിന്റെ സമാധാനം, രാജ്യത്തിന്റെ സമാധാനം, ലോകത്തിന്റെ സമാധാനം. ആർക്കും, ഏത് നട്ടപ്പാതിരാക്കും, ഏതൊരു സ്ത്രീക്കും അള്ളാഹുവിനെ അല്ലാതെ റോഡിലേതെങ്കിലും ചെന്നായുണ്ടെങ്കിൽ, കാട്ടുമാർഗങ്ങളാണല്ലോ, കാട്ടുമരുഭൂമികളാണല്ലോ, ആ ചെന്നായയെയോ അള്ളാഹുവിനെയും അല്ലാതെ ഒരു മനുഷ്യനെയും ഭയപ്പെടാത്ത രീതിയിലുള്ള ഒരു ലോകക്രമം വരും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘദർശനം ചെയ്തിട്ടുണ്ട്. മദീനയിൽ യമനിലെ സൻആ മുതൽ ഒരറ്റം മുതൽ അതിന്റെ അങ്ങേ അറ്റം വരെ അറേബ്യൻ ഉപദ്വീപ്, വലിയ ഉപദ്വീപ് മുഴുവൻ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരു പെണ്ണിന് സ്വസ്ഥമായി, സമാധാനമായി, ആരും പിടിച്ചു പറിക്കാനില്ലാതെ, ആരും തുറച്ചു നോക്കാനില്ലാതെ, ആരാലും പീഡിപ്പിക്കപ്പെടാതെ, അപമാനിക്കപ്പെടാതെ,
ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം. ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ലോകത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണം. ഇതാണ് ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച അത്ഭുതം നോക്കൂ. വഖദ് ഫഅല അല്ലാഹു ദാലിക ശറഅൻ വ ഖദറൻ. അല്ലാഹു തആല ആ പട്ടണത്തെ, മക്ക എന്ന് പറയുന്ന, മദീന എന്ന് പറയുന്ന ആ പട്ടണത്തെ അല്ലാഹുവിന്റെ ശറഅ മുഖേനയും മതപരമായി പ്രാക്ടിക്കലായി പ്രായോഗിക തലത്തിലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ദുആ അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ? സ്വീകരിച്ചു. ലോകത്ത് ഒരു പെണ്ണിന് ഏറ്റവും അധികം ഒരാളുടെയും ഉപദ്രവം, ഒരു തുറിച്ചുനോട്ടം പോലും ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ പട്ടണം അത് മദീന ആയിട്ട് ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ബ്രിട്ടൻ ആസ്ഥാനമായി സംഘടിപ്പിച്ച ഒരു സർവേ അവര് പറയുന്നുണ്ട്, മദീന ഏത് രാത്രിയിലും പെണ്ണിന് ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സ്ഥലം അത് പ്രവാചകന്റെ മദീന. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മുടെ നാടിന്റെ അവസ്ഥ ആലോചിച്ചു, പെൺകുട്ടികളുടെ അവസ്ഥ ആലോചിച്ചു. താഴ്ന്ന ജാതിക്കാരനായതിന്റെ പേരിൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിന്റെ പേരിൽ ചില താഴ്ന്നത് എന്ന് നാട്ടുകാർ പറയുന്ന തരത്തിലുള്ള ചില ജോലികളിലും ചില കുലങ്ങളിലും ഒക്കെ പ്രസവിക്കപ്പെട്ട് ജനിച്ചതിന്റെ പേരിൽ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട് വളരെ ക്രൂരമായ നിലക്ക് റേപ്പ് ചെയ്യപ്പെടുന്ന കഥകൾ നമ്മുടെ നാട്ടിൽ അത് പതിവായ ഒരു സ്ഥിരം വാർത്തയായ ഒരു കാലഘട്ടമാണ്. ഇസ്ലാം എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവേ ആ നാട്ടുകാർക്ക് നീ സമറാത്തുകൾ കൊണ്ട് അനുഗ്രഹിക്കണമേ, ഫലവർഗ്ഗങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കണമേ. ഇന്നമാ ദഅ ബിദാലിക ലിഅന്നഹു കാന ബിവാദിൻ ഗൈരി സറഅ. കാരണം എന്താണ് അങ്ങനെ ദുആ ചെയ്യാൻ കാരണം എന്താണ്? ഒരു കൃഷിയോഗ്യമല്ലാത്ത സ്ഥലത്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യ ഹാജറ റളിയല്ലാഹു അൻഹായെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൊണ്ടുചെന്ന് ആക്കിയത് കൃഷിയോഗ്യമല്ലാത്ത ഒരു സ്ഥലത്താണ് ഇബ്രാഹിം അലൈഹി. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവേ ഈ നാടിന് വേണ്ടത് ഭക്ഷണമാണ്, വെള്ളമാണ്, കൃഷിയാണ്, ഫലങ്ങളാണ്, അതുകൊണ്ട് അത് നീ കൊടുക്കണേ റബ്ബേ. സ്ഥലകാല ബോധമുള്ള ആളായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു നാട്ടില് എന്താണ് വേണ്ടത്, ആ നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണ്, ആ രാജ്യത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അറിയുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? നമുക്ക് ഇതെന്നറിയോ? നമുക്ക് നമസ്കാരത്തിൽ ഷർത്തും ഫർളും മാത്രം, കൈ അനക്കലും കാലനക്കലും ഇത്തരം കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഖുർആനിലെ ആഴത്തിലുള്ള ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന വിജ്ഞാനങ്ങൾ നമുക്ക് അന്യമാണ്. നമ്മൾ പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അല്ലാഹുവേ ഈ നാടിന് വേണ്ടത് സമാറാത്തുകളാണ്, അത് കൊടുക്കണം റബ്ബേ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിലുണ്ട്. മൻ ആർക്ക് കൊടുക്കണം? ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഒരു സംശയമില്ല, ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവരിൽ നിന്ന് അല്ലാഹുവേ നിന്നെ വിശ്വസിക്കുന്നവർക്ക്, ഖിയാമത്ത് നാൾ വിശ്വസിക്കുന്നവർക്ക്, നല്ല മനുഷ്യർക്ക്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക്, അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് പല പല ലാഭങ്ങൾ ഉണ്ടായിട്ടും അത് അല്ലാഹു ഇഷ്ടപ്പെടാത്തതാണ്, ജനദ്രോഹമാണ് എന്നതിന്റെ പേരിൽ ആ ലാഭം എനിക്ക് വേണ്ട, അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, ജനങ്ങളെ ഉപദ്രവിക്കുന്ന, ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. കാരണം വലിയൗമിൽ ആഖിർ, ഖിയാമത്ത് നാളിൽ നാം വിശ്വസിക്കുന്നുണ്ട്, ആ ദിവസത്തെ നന്മ എനിക്ക് മതി എന്ന് വിശ്വാസമുള്ള ആളുകൾക്ക് പ്രത്യേകമായി നീ റിസ്ക് കൊടുക്കണമേ എന്ന്. ചില ആളുകൾ പറയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വർഗീയവാദിയാണ്. അല്ല, മാനവികവാദിയാണ്. നല്ല മനുഷ്യരെ സ്നേഹിക്കണം. മനുഷ്യന്മാരെ ആർക്കാൻ സംശയമുള്ളത്? നല്ല മനുഷ്യൻ, ഈമാനുള്ള മനുഷ്യന്മാരെ ചേർത്ത് നിർത്തണം, ഇസ്ലാമുള്ള മനുഷ്യന്മാരെ ചേർത്ത് നിർത്തണം, അല്ലാഹുവിനെ പേടിയുള്ള മനുഷ്യന്മാരെ ചേർത്ത് നിർത്തണം, ഇഷ്ടപ്പെടണം, നന്മയുള്ള മനുഷ്യന്മാരെ ഇഷ്ടപ്പെടണം, സുന്നത്തുള്ള മനുഷ്യന്മാരെ ഇഷ്ടപ്പെടണം, ഖുർആനുള്ള മനുഷ്യന്മാരെ ഇഷ്ടപ്പെടണം, 5 നേരം പള്ളിയിൽ പോകുന്ന മനുഷ്യന്മാരെ ഇഷ്ടപ്പെടണം. എന്റെ ബന്ധം ആരല്ലെങ്കിലും നമുക്കൊരു സ്നേഹം തോന്നാൻ, ഒരാൾ നിസ്കരിക്കുമ്പോൾ എന്റെ സഹോദരനാണത് എന്നൊരു സ്നേഹം ചുറ്റിനുള്ള ആരായിക്കൊള്ളട്ടെ, ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളായിക്കൊള്ളട്ടെ, ഇസ്ലാമിന്റെ നന്മ, അള്ളാഹു പഠിപ്പിച്ച
അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു നന്മ ഒരാള് ചെയ്യുന്നത് കാണുമ്പോൾ അയാളെ ഇഷ്ടപ്പെടണം, അയാളെ സ്നേഹിക്കണം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവേ നിന്നിലും അന്ത്യനാളിൽ വിശ്വസിക്കുന്ന നല്ല മനുഷ്യന്മാർക്ക്, നല്ല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹുവേ നിന്റെ റിസ്ക് അവരോളം നീ ഇറക്കി കൊടുക്കണമേ എന്ന് ദുആ ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന ഇബ്രാഹിം ആയിരുന്നു യഹ്ജുഹ അലൽ മുഅ്മിനീന ദൂനന്നാസ്, ജനങ്ങളെക്കാൾ മുഅ്മിനീങ്ങൾക്ക് പരിഗണന കൊടുത്തിരുന്ന ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. മൊത്തം ജനങ്ങളെ സ്നേഹിക്കും, അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കും, അവരോട് ഒരു അനീതിയില്ല. പക്ഷേ കൂടുതൽ സ്നേഹം അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹത്തിന്റെ കൽബ് കൊടുത്തിട്ടുള്ളത് ആർക്കാണ്? അത് മുഅ്മിനീങ്ങൾക്കാണ്. കൽബ് കൊടുത്തിട്ടുള്ളത് ആർക്കാണ്? അത് മുഅ്മിനീങ്ങൾക്കാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇഷ്ടം തോന്നണം. ഒരു മനുഷ്യൻ നിസ്കാരവും, മനുഷ്യൻ ഖുർആൻ ഓതുന്ന മനുഷ്യൻ, സുന്നത്ത് ചെയ്യുന്ന മനുഷ്യൻ നമ്മൾ കാണുമ്പോൾ അയാളെ ഇഷ്ടം തോന്നുകയും അയാളെ ചേർത്ത് നിർത്തുകയും അയാളുടെ പ്രയാസങ്ങൾ അറിയുകയും അയാൾക്ക് വേണ്ടി അല്ലാഹുവിനോട് അയാളുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും എല്ലാം ദുആ ചെയ്യുന്ന അവസ്ഥയിലേക്ക് സഹോദരങ്ങളെ, മനുഷ്യന്മാരെ നമ്മൾ മാറണം. മുഅ്മിനീങ്ങൾ ചോദിക്കണം എന്തിനാണ്? അമ്മൽ മുസ്ലിമു, സഅദി പറയുന്നുണ്ട്, ഷെയ്ഖ് സഅദി അദ്ദേഹം പറയുന്നുണ്ട്, അമ്മൽ മുസ്ലിം, മുസ്ലിമായ മനുഷ്യൻ റിസ്ക് ചോദിക്കുന്നത് എന്തിനാണ്? അലാ ഇബാദത്തില്ല, അല്ലാഹുക്ക് നല്ലപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹനെ നല്ലപോലെ എന്തിനാണ് രാവിലെ ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യണം. എന്തിനാണ് ഉറങ്ങുന്നത്? എന്തിനാണ് ആരോഗ്യം നോക്കുന്നത്? എന്തിനാണ് കാഴ്ച? എന്തിനാണ് കേൾവി? എന്തിനാണ് ശരീരം നോക്കുന്നത്? എന്തിനാണ് പണം? എന്തിനാണ് സമ്പത്ത്? എന്തിനാണ് തൊഴിൽ? എന്തിനാണ് കച്ചവടം? എന്തിനാണ് വീടെല്ലാം? എന്തിനാണ്? അല്ലാഹനെ നല്ലപോലെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഅ്മിനെ പണം ചോദിക്കുന്നത്, ആരോഗ്യം ചോദിക്കുന്നത്, റിസ്ക് ചോദിക്കുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ റിസ്ക് ചോദിക്കുന്നത് അല്ല, ഇബാദത്തില്ല. ആരോഗ്യം, അല്ലാഹുക്ക് നല്ലപോലെ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് സാധിക്കണം, അതിനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, അതിനാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് തന്നെ എന്തിനാണ്? അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ജിന്ന മനുഷ്യവർഗത്തെ ഞാൻ പടച്ചിട്ടേയില്ല എന്നതിന്റെ താല്പര്യമാണത്. പിന്നീട് മുഅ്മിനായ മനുഷ്യൻ സ്വർഗ്ഗത്തിലേക്ക് മാറ്റപ്പെടും. എന്നാൽ നിഷേധിയായ ഒരു മനുഷ്യൻ, അവൻ റിസ്ക് ചോദിക്കുന്നത് എന്തിനാണ്? മുഅ്മിനായ മനുഷ്യൻ റിസ്ക് ചോദിക്കുന്നത് അല്ലാഹു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നാട്ടുകാരെ കാണിക്കാനല്ല, അഹങ്കരിക്കാനല്ല, പൊങ്ങച്ച കാണിക്കാനല്ല, ഒന്നിനല്ല, ആളുകളെ കൊച്ചാക്കാനല്ല, ബന്ധങ്ങൾ മുറിക്കാനല്ല, ഒന്നിനല്ല. മുഅ്മിനായ മനുഷ്യൻ സമ്പത്തും റിസ്ക്കും എല്ലാം ചോദിക്കുന്നത് അല്ലാഹുക്ക് നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാഫിറായ മനുഷ്യൻ അവൻ അടിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് റിസ്ക് ചോദിക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസം. ഓൻ സുഖിക്കാൻ വേണ്ടിയിട്ടാണ്, ഓന് പണം എന്തിനാണ്, ഒരു കച്ചവടത്തിനാണ്, ഒരു ബിസിനസ് എന്തിനാണ്, ഒരു തൊഴിലെന്തിനാണ്, ഒരു ആരോഗ്യത്തിനാണ്, എല്ലാത്തിനും ഇങ്ങനെ പോകുന്നത് എന്തിനാണ്? കാലത്തെ ജിമ്മിലൊക്കെ പോയിട്ട് കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ഇവിടെ തോന്നിയാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പൊങ്ങച്ച കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പലതരത്തിലുള്ള അഹങ്കാരങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കല്യാണങ്ങൾ നടത്തി ദൂരത്ത് നടത്തി നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എത്ര ലക്ഷം, എത്ര കോടി ചെലവാക്കി എന്റെ മോന്റെ കല്യാണത്തിന് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാഫിറായ മനുഷ്യൻ അവൻ റിസ്ക് ചോദിക്കുന്നതും ആരോഗ്യം ചോദിക്കുന്നതും സമ്പത്ത് ചോദിക്കുന്നതും എല്ലാം അല്ലാഹു വേണ്ടിയിട്ടല്ല. മുഅ്മിനായ മനുഷ്യൻ റിസ്ക് ചോദിക്കുന്നത് അല്ലാഹുക്ക് വേണ്ടി. ഇത് സഅദി റഹ്മത്തുള്ളാഹി പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم പറയുന്നത്, ഇബ്രാഹിം ഹറമ ബൈത്തല്ലാഹ് വഅമ്മനഹു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ബൈത്തിനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗേഹത്തെ ഹറമല്ലാഹ് പവിത്രമാക്കി, വഅമ്മനഹു അതിനെ നിർഭയത്വമുള്ളതാക്കി, വഇന്നി ഞാൻ ഹറംതു മദീന, ഈ പരിശുദ്ധ മദീനയെ ഞാൻ ഹുർമത്തുള്ളതാക്കുന്നു, മദീനയെ ഞാൻ പവിത്രമാക്കുന്നു. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്നേഹിക്കുന്നവർ മക്കയെ സ്നേഹിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ മദീനയെ സ്നേഹിക്കണം, മക്കയെയും മദീനയെയും സ്നേഹിക്കണം. മുഅ്മിനീങ്ങളായ ആളുകൾ മാ ബൈന ലാബതൈഹാ ഫലാ യുസ്വാദു സ്വൈദുഹാ വലാ യുഖതഉ ഇമാഹുഹാ, ഇതിലെ ഈ മദീനയിൽ, ഈ ഹറമുകളിൽ വേട്ടയാടപ്പെടാനോ വൃക്ഷങ്ങൾ മുറിക്കപ്പെടാനോ പാടുള്ളതല്ല. ഈ മക്കൾക്കും മദീനക്കും ശ്രദ്ധതയുണ്ട് ഒരു വിശ്വാസിയുടെ മനസ്സിന്. സ്വഹീഹ് മുസ്ലിമിലുള്ള അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യം നമുക്ക് കാണാം. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യത്തെ ഒരു ഫലം കാണുന്ന സമയത്ത്
ഒരു മരം അല്ലെങ്കിൽ തോട്ടമുണ്ടായി ആദ്യ ഫലം, അത് ആ ആദ്യ ഫലം കായ്ക്കുന്ന സമയത്ത് ആ ആദ്യ ഫലവുമായി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരും ജനങ്ങൾ. ആദ്യത്തെ ആ ഫലവുമായി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരും ജനങ്ങൾ. അത് വാങ്ങിയിട്ട് പറയും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ഫലങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. ദുആ ചെയ്തു കൊടുക്കണം. എന്റെ നാട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനാ ആ നാട്ടിലുള്ള ആളുകൾക്ക് അവരുടെ കൃഷികൾക്ക് വേണ്ടി അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി ആ നാടിന് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുമായിരുന്നു റസൂലുള്ളാഹ്. വബാരിക് ലനാ ഫീ മദീനത്തിനാ, ഞങ്ങളുടെ മദീനയിൽ ബർക്കത്ത് ചെയ്യണേ. വബാരിക് ലനാ ഫീ സ്വാഇനാ, ഞങ്ങളുടെ സ്വാഇ അളവ് തൂക്കമാണ്, ബർക്കത്ത് ചെയ്യണേ. വബാരിക് ലനാ ഫീ മുദ്ദിനാ, മറ്റൊരു അളവ് തൂക്കമാണ്, മുദ്ദ്, ഞങ്ങളുടെ മുദ്ദിൽ നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹിം അബ്ദുക വ ഖലീലുക വ നബിയുക, അല്ലാഹ് ഇബ്രാഹിം നിന്റെ അബ്ദാണ്, ഖലീലാണ്, നബിയാണ്. വ ഇന്നി ഞാൻ അബ്ദുക വ നബിയുക നിന്റെ അടിമയാണ്, നിന്റെ നബിയാണ്. വ ഇന്നി ദആക ലിമക്ക വ ഇന്നഹു ദആക ലിമക്ക, അദ്ദേഹം മക്കക്ക് വേണ്ടി ദുആ ചെയ്തു. വ ഇന്നി അദഊക ലിൽ മദീന, ഞാൻ എന്റെ മദീനക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ഞാൻ എന്റെ വിശുദ്ധ മദീനക്ക് വേണ്ടി ദുആ ചെയ്തു. ബിമിസ്ലി മാ ദആക ലിമക്ക വ മിസ്ലിഹി മഅഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ അതുപോലെ വീണ്ടും 2 പ്രാവശ്യം മദീനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. പിന്നീട് ആ സമർ കയ്യിലുണ്ട്, ആ ഫ്രൂട്ട് കയ്യിലുണ്ട്, കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ കുട്ടിനെ വിളിക്കും. റസൂലുള്ള കുട്ടികളുമായിട്ട് ബന്ധമില്ലാത്ത ആളല്ല, കുട്ടികളെ മാറ്റി നിർത്തുന്ന ആളല്ല, കുട്ടികളെ ഏറ്റവും പരിഗണിക്കാം, ഏറ്റവും പരിഗണിച്ചിരുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിനെ വിളിക്കും. എന്നിട്ട് കുട്ടിക്ക് കൊടുക്കും. ബറക്കത്തിന്റെ കൂടെ ബറക്കത്ത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പഴം അത് കുട്ടികൾക്ക്, കുഞ്ഞു മക്കൾക്ക് മക്കൾ പരിഗണിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതൊരു മാതൃകയുള്ള സമീപനം, ഇതൊക്കെ ദീന്, ഇതല്ല ജനങ്ങളെ പഠിക്കേണ്ടത്, ഇതല്ല ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അനസിബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുക, ഖാല അല്ലാഹു വജഅൽ മദീനതി ലഅഫ മാ ജഅൽതഹു ബിമക്കത മിനൽ ബറക, അല്ലാഹുവേ മക്കക്ക് നീ നൽകിയതിന്റെ ഇരട്ടി ബറക്കത്ത് മദീനക്ക് കൊടുക്കണേ. സ്വന്തം നാടിനുള്ള സ്നേഹം, മക്കക്ക് നീ നൽകിയതിന്റെ ബറക്കത്ത് മദീന, അതിന്റെ ഇരട്ടി നീ മദീനക്ക് കൊടുക്കണേ എന്ന് ഇബ്നു കസീർ എന്നിട്ട് പറയുന്നത്. വല ഹദീസ് ഫീ തഹരീമിൽ മദീന കസീറ, മദീനയുടെ ബറക്കത്തിനെ പറ്റി പറയുന്ന, മദീനയുടെ പോരിഷയെ പറ്റി പറയുന്ന വർത്തമാനങ്ങൾ, ഹദീസുകൾ ഇഷ്ടംപോലുണ്ട്. എന്നുവെച്ചാ എന്റെ മക്കല്ലേ ശ്രദ്ധ, മക്കയിൽ 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ കഅബയിൽ 2 റക്അത്ത് നമസ്കരിച്ചു 1 ലക്ഷം റക്അത്തിന്റെ പ്രതിഫലം പരിശുദ്ധമായ മക്കയിലല്ലേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നാടിനെ സ്നേഹിച്ചു, സ്വന്തം നാടിനെ സ്നേഹിച്ചു, സ്വന്തം നാട്ടുകാരെ സ്നേഹിച്ചു, സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സ്നേഹിച്ചു. ആ ജനങ്ങൾക്ക് മുഖ്യമായ പരിഗണന നൽകി, അവർക്ക് സമാധാനവും അവർക്ക് നിർഭയത്വവും അവർക്ക് ബറക്കത്തും അവരുടെ വിളകളിലും ജോലികളിലും ബറക്കത്തിന് വേണ്ടി നിലകൊള്ളുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തു. നമുക്കിതൊക്കെ പാഠമില്ലേ? നമ്മളിതൊക്കെ ജനങ്ങളെ അറിയിക്കേണ്ടതല്ലേ മനുഷ്യന്മാരെ? എന്നിട്ട് അല്ലാഹു തആല അവിടെ തുറന്നു പറഞ്ഞു, വർഗീയതയില്ലാത്ത ആവശ്യം ഇവിടെയാണ്. അല്ലാഹു തആല ലോകത്തിന്റെ യഥാർത്ഥ സത്താവാണ്, യഥാർത്ഥ ഇലാഹു അല്ലാഹു ആണ് എന്ന് തെളിയിക്കുന്ന ഒരു വാചകമാണ് ഖുർആൻ പിന്നെ പറഞ്ഞത്. വമൻ കഫറ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വസ്സുബഹലഹു വനാമന ബില്ലാഹി വനാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവേ ഈമാൻ മനുഷ്യന്മാർക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ കഫറ, എന്നെ നിഷേധിച്ചവനിക്കും ഞാൻ ഭക്ഷണം കൊടുക്കും, എന്നെ നിഷേധിച്ചവനും ഞാൻ മക്കളെ കൊടുക്കും, അവൻ സുഖങ്ങൾ കൊടുക്കും, സുഖസൗകര്യങ്ങൾ കൊടുക്കും. ഈ ഖലീലിൽ നിന്ന് ഭൂമിയിലെ ദുനിയാവിലെ വിഭവങ്ങൾ വളരെ തുച്ഛമാണ്. ആ തുച്ഛമായതിൽ നിന്ന് ആർക്കും കൊടുക്കും? എന്നെ നിഷേധിച്ചവർക്ക് കൊടുക്കും, എന്നെ ചീത്ത പറഞ്ഞവർക്ക് കൊടുക്കും. ഇങ്ങനെ പറയുന്ന റബ്ബ് ലോകത്ത് വേറെ ഏത് മതമുണ്ട്? ലോകത്ത് വേറെ ഏത് റബ്ബുണ്ട്? വേറെ ഏത് ഗ്രന്ഥമുണ്ട്? എന്നെ നിഷേധിച്ചവനും ഞാൻ ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും, മക്കളെ കൊടുക്കും, സുഖസൗകര്യങ്ങൾ കൊടുക്കും, ഭൗതികമായ അനുഗ്രഹങ്ങൾ എന്നെ നിഷേധിച്ചവനും ഞാൻ കൊടുക്കും എന്നിവിടെ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും.
ومن كفر فأمتعه قليلا أي سأرزق كافر أيضا قليلا إلى المنتهى. അവന്റെ ജീവിതാവസാനം വരെ കാഫിറായ മനുഷ്യനിക്കും ഞാൻ കൊടുക്കും, ഞാൻ അത് വേണ്ടതെല്ലാം കൊടുക്കും. വദാലിക അന്നല്ലാഹു തആല, കാരണം വഅദ അർസ്ഖ ലിൽ ഖൽഖി കാഫ, എല്ലാ സൃഷ്ടികൾക്കും റിസ്ക് കൊടുക്കാം എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്. മുഅ്മിനിഹിം വകാഫിരിഹിം, അവരുടെ മുഅ്മിനീങ്ങൾക്കും കൊടുക്കും, നിഷേധികൾക്കും കൊടുക്കും, കാഫിറിനും കൊടുക്കും, മുഅ്മിനിനും കൊടുക്കും ദുനിയാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുകയാണ്. ഫഅൻസലല്ലാഹു മൻ കഫറ അയ്ലൻ അർസുഖും കമാ അർസുഖുൽ മുഅ്മിനീന അഅഖ്ലുഖു ഖൽഖൻ, എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നത് പോലെ അഅഖ്ലുഖു ഖൽഖൻ, ഞാൻ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുകയോ, ഞാൻ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുകയോ, ഞാൻ ഭക്ഷണം കൊടുക്കാത്ത, ഞാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കാനാണ്? അല്ലാഹു ചോദിക്കുന്നത് പോലെയാ. ഞാൻ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുമോ, ഭക്ഷണം കൊടുക്കാത്ത, വെള്ളം കൊടുക്കാത്ത, സുഖസൗകര്യങ്ങൾ കൊടുക്കാത്ത, രാവ് കൊടുക്കാത്ത, പകൽ കൊടുക്കാത്ത, വെള്ളം കൊടുക്കാത്ത, വായു കൊടുക്കാത്ത ഒരു സൃഷ്ടിയെ ഞാൻ സൃഷ്ടിക്കുമോ? ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞതിന്റെ വ്യാഖ്യാനമായിട്ട് തഫ്സീറുകൾക്ക് കാണാം. ഇബ്നു അബ്ബാസ് പറഞ്ഞു തരികയാണ് ഇതൊക്കെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയൊക്കെ. പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെ 20-ാമത്തെ ആയത്ത്. എല്ലാം അങ്ങനല്ല, ഞാൻ അവർക്കും കൊടുക്കും ഇവർക്കും കൊടുക്കും, ഞാൻ അവർക്കും കൊടുക്കും ഇവർക്കും കൊടുക്കും. നിന്റെ റബ്ബിന്റെ കൊടുക്കൽ, നിന്റെ റബ്ബിന്റെ ദാനം അതെല്ലാവർക്കും കൊടുക്കും ഞാൻ. റബ്ബിന്റെ കൊടുക്കൽ അത് റദ്ദ് ചെയ്യുന്നവനില്ല, റബ്ബിന്റെ ദാനം അത് മുടക്കപ്പെടുന്നതില്ല. എത്ര നൂറ്റാണ്ടുകളായി മനുഷ്യന്മാരെ കടലിൽ നിന്ന് ശുദ്ധമായ മത്സ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളുമായി മനുഷ്യന്മാരെ കടലിൽ നിന്ന് ശുദ്ധമായ മത്സ്യവിഭവങ്ങൾ, പച്ചക്കറികൾ കരകളിൽ നിന്ന്, കാടുകളിൽ നിന്ന്, കൃഷിത്തോട്ടങ്ങളിൽ നിന്ന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഖജനാവ് ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇത് മുസ്ലിമിന് മാത്രം? അത് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അല്ലാഹു തീരുമാനിച്ചിട്ട് വെള്ളം, മഴ പെയ്യുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്ന മഴ അല്ലാഹു തആല നൽകുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമാണോ അല്ല കൊടുക്കുന്നത്? അല്ല. അവർക്കും കൊടുക്കും ഇവർക്കും കൊടുക്കും. അവരെന്ന് പറഞ്ഞ മുഅ്മിനീങ്ങൾ, ഇവരെന്ന് പറഞ്ഞ കാഫിരീങ്ങൾ. അല്ലാഹു നിഷേധിക്കുന്ന ആളുകൾ കൊടുക്കും എന്നാണ്. അത് മാത്രമല്ല, ദുനിയാവിലെ ചില ആൾക്കാർക്ക്, ദുനിയാവിലെ നിഷേധികൾക്ക് കൂടുതൽ കൊടുക്കും. ചില ആൾക്കാരുണ്ട്, ഓരോ നിസ്കാരമില്ല, ദീനുമില്ല, ദുനിയാവില്ല, അള്ളാഹുവിനെ സ്വത്ത് നിഷേധിച്ചെടുക്കണം. ഓരോ ഇങ്ങനെ വീട് മുകളിലോട്ട് പൊക്കി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കണ്ണിൽ കണ്ട സകല പറമ്പൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം അങ്ങനെ വിശാലമായിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ കോടികളിൽ നിന്ന് കോടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്യാൻ തയ്യാറില്ലാത്ത ധിക്കാരിയായ നിഷേധിയായ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം 5 പള്ളിയിൽ വന്ന മനുഷ്യൻ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നു. പല ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയം, എന്താണ് ഇങ്ങനെ? നിസ്കരിക്കുന്നവർക്ക് ഒന്ന് കൊടുക്കണില്ല, ദുആ ചെയ്യുന്നവർക്ക് ഒന്ന് കൊടുക്കണില്ല. കഷ്ടപ്പെട്ട് ദീനിയായി ജീവിക്കുന്ന ആളുകൾ പ്രയാസത്തിൽ ജീവിക്കുന്നു. അതേസമയം പള്ളിയും വേണ്ട, ദീനും വേണ്ട, അള്ളയും വേണ്ട, റസൂലും വേണ്ട എന്ന് തീരുമാനിച്ച ആളുകൾ നല്ല സുഖിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. സംശയത്തിന് മറുപടി സൂറത്ത് സുഖ്റൂഫിലെ 33-ാമത്തെ ആയത്തിൽ. ഈ ആയത്തിലുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സൂറത്തുൽ ബഖറ 126-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു വമൻ കഫറ, ഞാൻ കൊടുക്കും. കുറച്ചുകൂടി വിശദീകരിച്ചെന്ന് പറഞ്ഞു, ജനങ്ങൾ ഒറ്റ സമുദായമായി മാറില്ലായിരുന്നുവെങ്കിൽ റഹ്മാനായ അല്ലാഹുവിനെ നിഷേധിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. വെള്ളി കൊണ്ടുള്ള മേൽപ്പുരയുള്ള വീടുകളും അതിലേക്ക് കയറി പോകാനുള്ള കോണികളുള്ള വെള്ളികൾ കൊണ്ടുള്ള മേൽപ്പുര കൊണ്ടുള്ള വീടുകൾ ഞാൻ ദുനിയാവിൽ വെച്ച് കൊടുക്കുമായിരുന്നു. ആർക്ക് കൊടുക്കുന്നു? മുസ്ലിമിനല്ല, കാഫിറിന് കൊടുക്കുമായിരുന്നു. കാരണം എന്താ? കാഫിറിന് എന്തേ ഉള്ളൂ? ദുനിയാവുള്ളൂ.
ഒരു പാവമാണ്. കാരണം തൂങ്ങിച്ചാകാൻ വിധിക്കപ്പെട്ട ഒരുത്തൻ, തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു പ്രതിക്ക് ആ പ്രതിയോട് ജഡ്ജി അവസാനം ചോദിക്കുന്ന പോലെ, എനിക്ക് എന്തെങ്കിലും വേണ്ടത്, എനിക്കൊരു ചിക്കൻ ബിരിയാണി വേണം, മേടിച്ചു കൊടുക്കുക. കാരണം എന്താണ്? അവന്റെ കാര്യം പോക്കാണ്. ഇതേപോലെ ഈ ദുനിയാവിൽ നമ്മൾ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില അല്ലാഹു തആല ഈ അനുഗ്രഹസമ്പൂർണമായ സുഖസൗകര്യങ്ങൾ നിറഞ്ഞ ഈ ദുനിയാവിൽ അല്ലാഹ് കൽപ്പിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്നൊരു കാഫിർ ഒരു തുള്ളി വെള്ളം കുടിക്കൂലായിരുന്നു എന്നുള്ള പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു. കൊടുക്കൂലാണ്, അള്ളതിനെ വില കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ദുനിയാവിന് കൊടുക്കുന്നതാണ്. വെള്ളി കൊണ്ടുള്ള വീടുകൾ അവർക്ക് കൊടുക്കും. അവരുടെ വീടുകൾക്ക് വാതിലുകളും അവർക്ക് ചാരിയിരിക്കുവാനുള്ള വലിയ സോഫകളും കട്ടിലുകളും വെള്ളി കൊണ്ടുള്ളത് കൊടുക്കും. അത് കൂടാതെ സ്വർണ്ണാലങ്കാരങ്ങളും നമ്മൾ കൊടുക്കും. ഞാൻ കൊടുക്കുമായിരുന്നു. അത് ദുനിയാവിൽ താൽക്കാലിക വിഭവങ്ങൾ മാത്രമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് വലിയ സംഭവം. അല്ല, ദുനിയാവിന്റെ താൽക്കാലിക വിഭവം മാത്രമാണത്, ദുനിയാവിന്റെ സുഖ സൗകര്യം. മുത്തഖീങ്ങൾക്കുള്ളത് ആഖിറമാണ്, പരലോകത്താണ് മുത്തഖീങ്ങൾക്കുള്ളത്. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞ വർത്തമാനമാണ്, ആഖിറമാണ് നിനക്ക് ഉത്തമം, ദുനിയാവിനേക്കാൾ ആഖിറമാണ് നിനക്ക് ഖൈർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. ആ ആഖിറം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وآله وصحبه وسلم. اتقوا الله عباد الله. وفي الصحيحين بخاري مسلم റിപ്പോർട്ട് ചെയ്ത സ്വഹീഹുകളിൽ ഉണ്ട് ലാ അഹദുൻ അസ്ബറ അലാ അദാ സമിഅഹു മിനല്ലാഹ്. അല്ലാഹുവെ പോലെ ക്ഷമിക്കണമെന്നില്ല, അല്ലാഹുവെ പോലെ ക്ഷമിക്കുന്നവനില്ല. എന്തൊക്കെയാണ് അല്ലാഹു തആല കേൾക്കുന്നത്? അല്ലാഹുവിനെ പറ്റി പറയുന്ന തോന്നിയാസങ്ങൾ, കയ്യും കണക്കുമില്ലാത്ത തോന്നിയാസങ്ങൾ അല്ലാഹുവിനെ പറ്റി മനുഷ്യന്മാർ പറയുന്നു. പക്ഷേ ലാ അഹദുൻ അസ്ബർ, അല്ലാഹുവിനെ പോലെ ക്ഷമിക്കുന്നവനില്ല. ഇവിടെ കൊടുക്കണം. ഇന്നഹും യജഅലൂന ലഹു വലദൻ. ചില ആൾക്കാർ പറഞ്ഞു അല്ലാഹുവിന് മോനുണ്ട്, ഇന്നാൾ അല്ലാഹുവിന്റെ മോനാണ്, ഈസാ നബി അല്ലാഹുവിന്റെ മോനാണ്, ഉസൈർ അല്ലാഹുവിന്റെ മോനാണ്, മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണ്, ഇന്നാൾക്കാരെല്ലാം ശുപാർശക്കാരാണ്, ഇന്നാൾക്കാർ അല്ലാഹുവിന്റെ പാർട്ട്ണർമാരാണ്, ഇന്നാൾക്കാർ അല്ലാഹുവിന്റെ പങ്കുകാരാണ് എന്നിങ്ങനെ പലതും അല്ലാഹുവിനെ പറ്റി. ഒരു വല്ല പങ്കുണ്ട? ഒരു പങ്കുമില്ല. ആകാശഭൂമികളിലെ ഒരു തരിമ്പിലും ഒരു പങ്കുമില്ല. ഒരു ഈച്ചയെപ്പോലും അല്ലാഹുവല്ലാത്ത ഒരാളിലും ഒരു പങ്കുമില്ല. സർവ്വതിന്റെയും സൃഷ്ടാവും ഉടമസ്ഥനും മുദബ്ബിറും ജബ്ബാറും ഖാലിഖും മാലിക്കും എല്ലാം അല്ലാഹു തആലയാണ്. നമ്മളെ പറ്റി പറഞ്ഞാൽ തോന്നിയ, നമ്മളെ പറ്റി പറഞ്ഞാൽ കണ്ണി കണ്ട ഏതെങ്കിലും ആളുകൾ വെച്ചിട്ട് അത് ഇന്നാളെ മോനാണ്, എന്റെ മോനല്ല, എന്റെ മോനല്ലാത്ത ആൾ അത് ഇന്നാളെ മോനാണ്. അല്ലെങ്കിൽ വേറെ വർഗത്തെ കാണിച്ചുകൊണ്ട്, ഒരു കൊരങ്ങളെ കാണിച്ചിട്ട് പറയുന്നത് അത് ഇന്നാളെ മോനാണ്, അത് നിന്റെ മോനാണ്, അത് അവന്റെ മോനാണ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ധാർമ്മികമായ രോഷം ഉണ്ടാവണം, അള്ളാഹു എത്രമാത്രം രോഷം ഉണ്ടാവണം. അള്ളാഹു തആല ക്ഷമിക്കുന്നു. എന്നിട്ട് അത് മാത്രമല്ല, അവർക്ക് അല്ലാഹു റിസ്ക് കൊടുക്കുകയും അവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കുകയും ചെയ്യും. ഇതെന്താണ്? ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മുഅ്മിനീങ്ങളായ ആളുകളെ കൂടുതൽ 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 നമ്മൾ സ്നേഹിക്കണം, ചേർത്ത് നിർത്തണം. പക്ഷേ മറ്റുള്ളവരെ വെറുത്തുകൊണ്ടല്ല, മറ്റുള്ളവരെ അകറ്റി നിർത്തിക്കൊണ്ടല്ല. അല്ലാഹുവിനെ അംഗീകരിക്കാത്ത ആളുകളോട് സംസാരിക്കുന്നത് പോലും ഏറ്റവും നല്ല നിലയിലായിരിക്കണം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഓരോ ചരിത്രങ്ങളും ഓരോ വാക്കുകളും നമ്മൾ
കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ അതാണ്. അല്ലാഹു തആല അവരെ പഠിക്കാൻ, അവരെ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്,